What is journal? A journal is a detailed record of all the transactions, either economic or non economic, done by a business. A business transaction is first recorded in a journal, also called a book of original entry. Journalizing is the process of recording business transactions from voucher or invoice documents into the book or journal of the business chronologically, that is, date wise. ബിസിനസ്സിൽ ഒരുപാട് ട്രാൻസാക്ഷന് ഡെയിലി നടന്നുകൊണ്ടിരിക്കും അല്ലേ. ഫോർ എക്സാമ്പിൾ പർച്ചേസ് ഉണ്ടായിരിക്കും, സെയിൽസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ റിസീപ്റ്റ്സ്, പേയ്മെൻറ്റ്സ്, ബാങ്ക് ഡെപ്പോസിറ്റ്സ്, ബാങ്ക് വിഡ്രോവൽസ്, അങ്ങനെ ഒരുപാട് ട്രാൻസാക്ഷന് ഡെയിലി നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാലും നമുക്കത് റെക്കോർഡ് ചെയ്യേണ്ടതുണ്ട്. കാരണം എന്താണ്, പ്രോപ്പർ റെക്കോർഡ്സ് ഇല്ലെങ്കിൽ അത് ബിസിനസ്സിൻ്റെ ലാഭനഷ്ടം അറിയാൻ നമുക്ക് സാധിക്കില്ല. ബിസിനസ്സിൽ എത്രമാത്രം പർച്ചേസ് നടന്നു, എത്രമാത്രം സെയിൽസ് നടന്നു, ബിസിനസ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ലാഭമാണോ നഷ്ടമാണോ, ഇതൊക്കെ നമുക്ക് ബിസിനസ്സിൻ്റെ കണ്ടീഷൻ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ റെക്കോർഡ്സ് നമ്മൾ കീപ്പ് ചെയ്യണം. അപ്പോൾ ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ് അല്ലേ. ജേണൽ എന്ന് പറഞ്ഞൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. അതായത് ബിസിനസ്സിൽ നടക്കുന്ന സാമ്പത്തികമോ അല്ലാത്തതോ ആയ എല്ലാ ട്രാൻസാക്ഷനും ഡീറ്റെയിൽഡായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെയാണ് ജേണൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ജേണൽ എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് റെക്കോർഡ് ഓഫ് ഓൾ ദി ട്രാൻസാക്ഷൻസ് ഐദർ ഇക്കണോമിക് ഓർ നോൺ ഇക്കണോമിക് ഡൺ ബൈ എ ബിസിനസ്. അപ്പോൾ ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ജേണലിലേക്ക് നമ്മൾ ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്നും ജേണലിനെ വിളിക്കുന്നുണ്ട്. എ ബിസിനസ് ട്രാൻസാക്ഷൻ ഈസ് ഫസ്റ്റ് റെക്കോർഡഡ് ഇൻ എ ജേണൽ, ഓൾസോ കോൾഡ് എ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. ഈ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഡോക്യുമെൻറ്റ്സ് കിട്ടും. എങ്ങനെയൊക്കെയുള്ള ഡോക്യുമെൻറ്റ്സ് ആയിരിക്കും? ഇൻവോയ്സസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ വൗച്ചേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ ട്രാൻസാക്ഷനും നടന്നു കഴിഞ്ഞാൽ ഡേറ്റ് വൈസായി ജേണലിലേക്ക് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ജേണലൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ജേണലൈസിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊരു പ്രോസസ്സാണ്. എന്തിൻ്റെ പ്രോസസ്സ്? ബിസിനസ് ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഡേറ്റ് വൈസായി ജേണലിലേക്ക് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ജേണലൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ജേണൽ എന്താണെന്നും ജേണലൈസിങ് എന്താണെന്നും ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് ജേണൽ എൻട്രി എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. വാട്ട് ആർ ദ സ്റ്റെപ്സ് ടു പ്രിപ്പയർ ദ ജേണൽ എൻട്രി? 4 സ്റ്റെപ്പ് പറയുന്നുണ്ട്. ഈ 4 സ്റ്റെപ്പ് നന്നായി മനസ്സിലാക്കുകയാണെങ്കിൽ ജേണൽ എൻട്രി പ്രിപ്പയർ ചെയ്യാൻ ഈസി ആയിരിക്കും. സ്റ്റെപ്പ് നമ്പർ 1, ഐഡൻറ്റിഫൈ ദ അക്കൗണ്ട്സ് ഇൻവോൾവ്ഡ് ഇൻ ദ ട്രാൻസാക്ഷൻ. ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അതിൽ മിനിമം 2 അക്കൗണ്ട്സ് ഉണ്ടായിരിക്കും, അതായത് ഡെബിറ്റ് ആസ്പെക്റ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്റ്റ്. അപ്പോൾ അത് ഏതൊക്കെ അക്കൗണ്ട്സ് ആണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, ബിസിനസ്സിൽ നിന്ന് പോയതും അതുപോലെ തന്നെ ബിസിനസ്സിലേക്ക് വന്നതും, അങ്ങനെ 2 ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അക്കൗണ്ട്സ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. സ്റ്റെപ്പ് നമ്പർ 2, ഡിറ്റർമിൻ ദ ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ഇൻവോൾവ്ഡ്. അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത 2 അക്കൗണ്ട്സ് ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ആണെന്ന് നോക്കണം. നമ്മൾ പലതരത്തിലുള്ള അക്കൗണ്ട്സ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടെത്തിയ 2 അക്കൗണ്ട്സ് ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ആണെന്ന് മനസ്സിലാക്കണം. സ്റ്റെപ്പ് നമ്പർ 3, അപ്ലൈ അപ്രോപ്രിയേറ്റ് റൂൾസ് ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ അക്കൗണ്ട്സ് ഏതാണെന്ന് കണ്ടെത്തി, ആ അക്കൗണ്ട്സ് ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ആണെന്ന് കണ്ടെത്തി. സ്റ്റെപ്പ് നമ്പർ 3 എന്ത് പറയുന്നു? ടൈപ്പ് ഓഫ് അക്കൗണ്ടിൽ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിൻ്റെ റൂൾ അപ്ലൈ ചെയ്യണം. ഓരോ അക്കൗണ്ട്സിനും ഓരോ റൂൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ റൂൾസ് അപ്ലൈ ചെയ്യണം. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 3 വരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഡെബിറ്റ് സൈഡ് ഏതാണോ ക്രെഡിറ്റ് സൈഡ് ഏതാണോ. ഓക്കെ, അപ്പോൾ നമ്പർ 1, 2, 3 കഴിഞ്ഞു. അതിൽ നമുക്ക് ഡെബിറ്റ് സൈഡിൻ്റെ അക്കൗണ്ട് ഏതാണെന്ന് കിട്ടി, ക്രെഡിറ്റ് സൈഡിൻ്റെ അക്കൗണ്ട് ഏതാണെന്ന് കിട്ടി. Number 4 in the final step is record the transaction along with the narration. കിട്ടിയിട്ടുള്ള ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ജേണലിലേക്ക് റെക്കോർഡ് ചെയ്യുക. ഓക്കെ, റെക്കോർഡ് ചെയ്യുക എലോങ് വിത്ത് ദ നരേഷൻ. നരേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷനെക്കുറിച്ച് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ, അതായത് എന്താണ് നടന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്പർ 1, 2, 3, 4 ഇതാണ് ഈസി വേ. ഒരു ജേണൽ എൻട്രി പ്രിപ്പയർ ചെയ്യാനുള്ള ഈസി ആയിട്ടുള്ള 4 സ്റ്റെപ്പാണ്. ഈ പറഞ്ഞ സ്റ്റെപ്സുകൾ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. സ്റ്റെപ്പ് നമ്പർ 1, ഐഡൻറ്റിഫൈ ദ അക്കൗണ്ട്സ് ഇൻവോൾവ്ഡ് ഇൻ ദ ട്രാൻസാക്ഷൻ. ഫോർ എക്സാമ്പിൾ, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്.
കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. എങ്ങനെ? ക്യാഷ് കൊടുത്തിട്ട് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. Here there will be two accounts, one for debit and other for credit. 2 അക്കൗണ്ടാണ് ഇവിടെ വരിക. ഇൻ ദിസ് കേസ് ഈ ട്രാൻസാക്ഷനിൽ ഏതൊക്കെ അക്കൗണ്ട് ആയിരിക്കും? പർച്ചേസ് അക്കൗണ്ടും അതുപോലെ തന്നെ ക്യാഷ് അക്കൗണ്ടും. അപ്പോൾ 2 അക്കൗണ്ട് നമുക്ക് കണ്ടെത്തി അല്ലേ? ഫസ്റ്റത്തെ എക്സാമ്പിൾ ഏതൊക്കെ അക്കൗണ്ട് കണ്ടെത്തി? പർച്ചേസ് അക്കൗണ്ട്, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. അപ്പോൾ അതിൽ പർച്ചേസ് ചെയ്തു. അപ്പോൾ ഒരു പർച്ചേസ് അക്കൗണ്ട് എന്ത് കൊടുത്തിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്? ക്യാഷ് കൊടുത്തിട്ട്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട്. 2 അക്കൗണ്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അതാണ് സ്റ്റെപ്പ് നമ്പർ 1. ഒരു ട്രാൻസാക്ഷൻ കിട്ടിയാൽ അതിലുള്ള അക്കൗണ്ട്സ് മിനിമം 2 അക്കൗണ്ട്സ് ഉണ്ടായിരിക്കും. അതിലുള്ള അക്കൗണ്ട്സ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഇവിടെ എക്സാമ്പിൾ പറഞ്ഞത് പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ്. കുറച്ച് സാധനങ്ങൾ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചു. അപ്പോൾ അതിൽ വരുന്ന 2 അക്കൗണ്ട്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഏതൊക്കെയാണ്? പർച്ചേസ് അക്കൗണ്ടും അതുപോലെ തന്നെ ക്യാഷ് അക്കൗണ്ടും. സ്റ്റെപ്പ് നമ്പർ 2. Determine the type of accounts involved. For this step, we should find out the type of accounts. സ്റ്റെപ്പ് നമ്പർ 1ൽ 2 അക്കൗണ്ട് ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി ആ 2 അക്കൗണ്ട് ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ടിലാണെന്നും നമ്മൾ കണ്ടെത്തണം. അതിനുവേണ്ടി നമുക്ക് എന്തറിയണം? എത്ര ടൈപ്പ് ഓഫ് അക്കൗണ്ട് ഉണ്ട്, അതിലേതൊക്കെ വരും എന്നൊക്കെ അറിയണം. അപ്പോൾ നമുക്കിവിടെ ഒന്ന് നോക്കാം. ദർ ആർ 3 ടൈപ്സ് ഓഫ് അക്കൗണ്ട്. 3 തരത്തിലാണ് അക്കൗണ്ട്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട് ആൻഡ് നോമിനൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ അസറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ട്സും ഏതിൽ വരുന്നു? റിയൽ അക്കൗണ്ടിൽ വരുന്നു. അതിൽ 2 തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതായത് ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ. ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാനോ അതുപോലെ തന്നെ നമുക്ക് തൊടാനോ പറ്റുന്ന അസറ്റിനെയാണ് ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുക. അതിൽ ബിൽഡിംഗ് അക്കൗണ്ട് അതുപോലെ തന്നെ ക്യാഷ്, സ്റ്റേഷനറി, ഇൻവെൻറ്ററി ഇതൊക്കെ വരുന്നത് ടാഞ്ചിബിൾ അസറ്റാണ്. അതായത് നമുക്ക് കാണാനും അതുപോലെ തന്നെ നമുക്ക് തൊടാനൊക്കെ പറ്റുന്ന അസറ്റാണത്. അതുപോലെ തന്നെ അടുത്തതാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്. നമുക്ക് കാണാനോ അതുപോലെ തന്നെ നമുക്ക് തൊടാനോ പറ്റാത്ത ഒരു അസറ്റാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്. അതിൽ വരുന്നത് ഗുഡ് വിൽ, പാറ്റേൺ, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക് ഇതൊക്കെ വരുന്നതാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്. അപ്പോൾ ഇതെല്ലാം വരുന്ന അക്കൗണ്ട് ടൈപ്പാണ് റിയൽ അക്കൗണ്ട്. ഓക്കെ, ഇപ്പോൾ റിലേറ്റഡ് ടു റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു അസറ്റ്സ്. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ഓഫ് അക്കൗണ്ടാണ് പേഴ്സണൽ അക്കൗണ്ട്. ഇതിൽ വരുന്നത് വ്യക്തികളെക്കുറിച്ച് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ പേഴ്സൺസ്. റിലേറ്റഡ് ടു പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ സാധാ ഇന്നയാളുടെ പേര് പറഞ്ഞിട്ട് അവരുടെ അക്കൗണ്ട്. ഓർ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുമ്പോൾ അതായത് ഈ കമ്പനിയുടെ അക്കൗണ്ട്, പാർട്ട്ണർഷിപ്പ് ഫേം അങ്ങനത്തെ അക്കൗണ്ടൊക്കെ വരുന്നതാണ് പേഴ്സണൽ അക്കൗണ്ട്. അപ്പോൾ റിലേറ്റഡ് ടു പേഴ്സൺസ് ഓർ ആർട്ടിഫിഷ്യൽ പേഴ്സൺസ്. ഇനി നെക്സ്റ്റ് വരുന്നത് നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അത് എന്തിനെ റിലേറ്റ് ചെയ്യുന്നതാണ്? ഒരു കമ്പനിയുടെ അതായത് ഏതൊക്കെ തരത്തിലുള്ള അക്കൗണ്ട്സ് ആണ് വരുന്നത്? അതിൽ ഇൻകം ഓർ ഗെയിൻസ്, എല്ലാ നേട്ടങ്ങളും അതുപോലെ തന്നെ എക്സ്പെൻസസ് ഓർ ലോസസ്, എല്ലാ ചെലവുകളും നഷ്ടങ്ങളും നേട്ടങ്ങളും എല്ലാം വരുന്ന ഒരു അക്കൗണ്ടാണ്. ആ അക്കൗണ്ടിനെ പറയുന്ന പേരാണ് നോമിനൽ അക്കൗണ്ട്. എക്സാമ്പിൾ എന്തൊക്കെയാണ് പറയുന്നത്? റെൻറ്റ്, കമ്മീഷൻ റിസീവ്ഡ്, അതുപോലെ തന്നെ സാലറി, വേജസ്, പർച്ചേസ്, കൺവെയൻസ്, ഈ എല്ലാ എക്സ്പെൻസസ്, ഇൻകംസ് അതുപോലെ തന്നെ ലോസസ് അതൊക്കെ വരുന്ന അക്കൗണ്ട് ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ടാണ്? നോമിനൽ അക്കൗണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള അക്കൗണ്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത 2 അക്കൗണ്ട് ഏതൊക്കെയാണ്? പർച്ചേസ് അക്കൗണ്ടും അതുപോലെ തന്നെ ക്യാഷ് അക്കൗണ്ടും. അപ്പോൾ ഇതിൽ പർച്ചേസ് അക്കൗണ്ട് ഏത് അക്കൗണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്ത് അക്കൗണ്ടാണ്? നോമിനൽ അക്കൗണ്ട്. കാരണം നോമിനൽ അക്കൗണ്ട് എക്സ്പെൻസസ് ആണ്. എല്ലാ എക്സ്പെൻസസ് റിലേറ്റഡ് വരുന്നത് നോമിനൽ അക്കൗണ്ടാണ്. അപ്പോൾ പർച്ചേസ് എന്ന് പറയുമ്പോൾ എക്സ്പെൻസസ് ആണല്ലേ. പർച്ചേസ് എന്ത് അക്കൗണ്ടാണ്? നോമിനൽ അക്കൗണ്ട്. നെക്സ്റ്റ് നമ്മുടെ അക്കൗണ്ട് എന്തായിരുന്നു? ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് എന്താണ്? അസറ്റാണ്. അപ്പോൾ അസറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ അക്കൗണ്ടും ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ടാണ്? റിയൽ അക്കൗണ്ട്. അപ്പോൾ നമ്മൾ കണ്ടെത്തിയ 2 അക്കൗണ്ട് ഡിറ്റർമിൻ ചെയ്തു. 2ാമത്തെ സ്റ്റെപ്പിൽ ഏതൊക്കെ ടൈപ്പിലാണ് വരുന്നത്? ഏതൊക്കെ ടൈപ്പിലാണ്? ഒന്ന് നോമിനൽ അക്കൗണ്ടിലും ഒന്ന് ക്യാഷ് അക്കൗണ്ടിലും. സ്റ്റെപ്പ് നമ്പർ 3. അപ്ലൈ അപ്രോപ്രിയേറ്റ് റൂൾസ് ഓഫ് അക്കൗണ്ടിങ്. ടൈപ്പ് ഓഫ് അക്കൗണ്ട് കണ്ടെത്തി. ഇനി അതിലേക്ക് റൂൾസ് അപ്ലൈ ചെയ്താൽ മാത്രമാണ് ഏത് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം ഏത് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണമെന്ന് അറിയാൻ പറ്റുള്ളൂ. അതറിഞ്ഞാൽ മാത്രമാണ് ട്രാൻസാക്ഷൻ എൻട്രി ജേർണലൈസ് ചെയ്യാൻ പറ്റുള്ളൂ.
ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്ക് റൂൾസ് ഒന്ന് നോക്കാം. റിയൽ അക്കൗണ്ട്, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ബിസിനസ്സിലേക്ക് വന്നതിനെ ഡെബിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ബിസിനസ്സിൽ നിന്ന് പുറത്ത് പോയതിനെ ക്രെഡിറ്റ് ചെയ്യുക. അതാണ് റിയൽ അക്കൗണ്ടിൻ്റെ റൂൾസ്. അടുത്തത് പേഴ്സണൽ അക്കൗണ്ട്, ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. റിസീവറിനെ ഡെബിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഗിവറിനെ ക്രെഡിറ്റ് ചെയ്യുക. ആരാണോ റിസീവ് ചെയ്യുന്നത് ആ റിസീവ് ചെയ്യുന്ന വ്യക്തിയെ ഡെബിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആരാണോ നൽകുന്നത് ആ നൽകുന്ന ഇതെന്താണോ അതിനെ ക്രെഡിറ്റ് ചെയ്യുക. ഇനി അടുത്തത് നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ടിൻ്റെ റൂളാണ് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്. എല്ലാ എക്സ്പെൻസസും ലോസസും ഡെബിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് പ്രോഫിറ്റ്. എല്ലാ ഇൻകംസും പ്രോഫിറ്റും ക്രെഡിറ്റ് ചെയ്യുക. അതാണ് നോമിനൽ അക്കൗണ്ടിൻ്റെ റൂൾ. അപ്പോൾ 3 റൂൾസ് നമ്മൾ പഠിച്ചു. ഇനി നമ്മുടെ എക്സാമ്പിൾ ട്രാൻസാക്ഷൻ ഏതാണ്? പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. അപ്പോൾ ഇതിൽ നിന്ന് 2 അക്കൗണ്ട് ഐഡൻറ്റിഫൈ ചെയ്തു, പർച്ചേസ് അക്കൗണ്ട് അതുപോലെ തന്നെ ക്യാഷ് അക്കൗണ്ട്. ആ അക്കൗണ്ട് ഏത് ടൈപ്പാണെന്ന് കണ്ടെത്തി. പർച്ചേസ് എക്സ്പെൻസസ് ആയതുകൊണ്ട് ഓൾ എക്സ്പെൻസസ് റിലേറ്റഡ് ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ടിലാണ് വരുന്നത്? നോമിനൽ അക്കൗണ്ട്. അതുപോലെ തന്നെ ക്യാഷ് അസറ്റാണ്. അസറ്റ്സ് റിലേറ്റഡ് അക്കൗണ്ട് ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ടാണ്? റിയൽ അക്കൗണ്ട്. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ടാണെന്ന് കണ്ടെത്തി? നോമിനൽ ആൻഡ് റിയൽ. അപ്പോൾ ഇവിടെ നോമിനൽ അക്കൗണ്ടിൽ എക്സ്പെൻസസിന് എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്. അതായത് നമ്മുടെ പർച്ചേസിനെ ഇവിടെ ഡെബിറ്റ് ചെയ്യണം, കാരണം പർച്ചേസ് എക്സ്പെൻസസ് ആണ്. ഇനി അടുത്തത് പറഞ്ഞത് എന്താണ്? ക്യാഷ്. ക്യാഷ് അസറ്റ്, അതായത് റിയൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ടിൻ്റെ റൂള് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. നമ്മുടെ ട്രാൻസാക്ഷനിൽ ഗുഡ്സ് പർച്ചേസ് ചെയ്തപ്പോൾ ക്യാഷ് ബിസിനസ്സിൽ നിന്ന് പോയി. അതായത് റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താണ്? എന്താണോ ബിസിനസ്സിൽ നിന്ന് പോയത് അതിന് ക്രെഡിറ്റ് ചെയ്യുക. നമ്മുടെ ഡെബിറ്റ് ഏതാ ക്രെഡിറ്റ് ഏതാണെന്ന് മനസ്സിലായി. പർച്ചേസ് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യുക, കാരണം എക്സ്പെൻസസ് ആണ്, നോമിനൽ അക്കൗണ്ടാണ്. നോമിനൽ അക്കൗണ്ടിൻ്റെ റൂള് എക്സ്പെൻസസിനെ ഡെബിറ്റ് ചെയ്യണം എന്നാണ്. അതുപോലെ തന്നെ ക്യാഷ് അസറ്റ് റിലേറ്റഡ് ആണ്, റിയൽ അക്കൗണ്ടാണ്. റിയൽ അക്കൗണ്ടിൽ ക്യാഷ് ഇവിടെ ക്യാഷ് നമ്മുടെ ട്രാൻസാക്ഷനിൽ ക്യാഷ് പോയത് കൊണ്ട് തന്നെ ക്യാഷിന് റിയൽ അക്കൗണ്ട് റൂൾ അനുസരിച്ച് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. നമ്മുടെ എൻട്രി വരുന്നത് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഇനി ഫൈനൽ സ്റ്റെപ്പ് എന്താണ്? സ്റ്റെപ്പ് നമ്പർ 4, റെക്കോർഡ് ദി ട്രാൻസാക്ഷൻ അലോങ് വിത്ത് ദി നറേഷൻ. അപ്പോൾ നമ്മളെല്ലാ സ്റ്റെപ്പും കഴിഞ്ഞു. ഡെബിറ്റ് ഏതാണ് ക്രെഡിറ്റ് ഏതാണ് എല്ലാം കണ്ടെത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് എഴുതും? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഇനി അതിൽ എന്ത് മെൻഷൻ ചെയ്യണം? നരേഷൻ മെൻഷൻ ചെയ്യണം. നരേഷൻ എന്ന് പറഞ്ഞാൽ ഏത് ട്രാൻസാക്ഷനാണോ നടന്നിട്ടുള്ളത് അതിനെക്കുറിച്ചൊരു ചെറിയ ഡിസ്ക്രിപ്ഷൻ, അതായത് ബീയിങ് ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ ക്യാഷ്, അങ്ങനെയാണ് നരേഷന് എഴുതേണ്ടത്. ഇനി നമുക്കിതിൻ്റെ ഫോർമാറ്റ് ഒന്ന് നോക്കാം. സ്പെസിമെൻ ഫോം ഓഫ് ജേണൽ. ഇൻ ദ ജേണൽ ഓഫ് മെസേഴ്സ്. നമ്മൾ ഏത് കമ്പനിയുടെ ജേണലാണോ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ആ കമ്പനിയുടെ പേര് അവിടെ മെൻഷൻ ചെയ്യുക. ഇനി 5 കോളാണ് ജേണലിൽ വരുന്നത്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഡേറ്റിൽ ട്രാൻസാക്ഷൻ്റെ ഡേറ്റ് മെൻഷൻ ചെയ്യും. പർട്ടിക്കുലേഴ്സിൽ ഏത് ട്രാൻസാക്ഷനാണോ ഏത് എൻട്രി ആണോ ജേണലൈസ് ചെയ്യാൻ പോകുന്നത് ആ എൻട്രി നമ്മൾ കാണിക്കും. അത് നരേഷനോട് കൂടെ. നരേഷൻ എഴുതുമ്പോൾ അതിന് തൊട്ട് മുന്നേ ബീയിങ് എന്ന് പറഞ്ഞിട്ടാണ് നരേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നരേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ആ ട്രാൻസാക്ഷനെ കുറിച്ച് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ. നെക്സ്റ്റ് കോളം വരുന്നത് ലെഡ്ജർ ഫോളിയോ. ലെഡ്ജർ ഫോളിയോ എന്ന് പറഞ്ഞാൽ ജേണലൈസിങ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രോസസ്സ് ആ ജേണലൈസ് ചെയ്ത ട്രാൻസാക്ഷൻ നമ്മൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യും. ആ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ലെഡ്ജറിൻ്റെ പേജ് നമ്പർ ഇവിടെ മെൻഷൻ ചെയ്യാനുള്ള കോളമാണ് ലെഡ്ജർ ഫോളിയോ. പിന്നെ ഓരോന്നിൻ്റെ എമൗണ്ട്സ് നമ്മൾ എഴുതുന്ന കോളാണ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കോളം. ഡെബിറ്റ് എമൗണ്ട് കോളം അതുപോലെ തന്നെ ക്രെഡിറ്റ് എമൗണ്ട് കോളം. 2 എൻട്രി ഉണ്ടായിരിക്കും അല്ലേ? അതായത് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്, ഇത് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞ പോലെ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ. അപ്പോൾ അതിൻ്റെ എമൗണ്ട് എഴുതുന്ന കോളം ഡെബിറ്റ് സൈഡ് എമൗണ്ടും അതുപോലെ തന്നെ ടു ക്യാഷ്, അതായത് ടു ക്യാഷ് എന്ന് പറയുമ്പോൾ അത് ക്രെഡിറ്റ് ആണ്. ക്രെഡിറ്റ് സൈഡിൻ്റെ എമൗണ്ട് ക്രെഡിറ്റ് കോളത്തിൽ എഴുതാം. അപ്പോൾ ഇത്രയാണ് ഒരു ജേണലിൻ്റെ ഫോർമാറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.
Hope to see you again with the next one. Till then, bye-bye.